സംസ്ഥാനത്ത് നാളെ അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം ആരംഭിക്കും. യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങൾക്ക് ഇനിയുള്ള 52 ദിവസങ്ങൾ വിശ്രമമാണ്. ദുരിതകാലത്ത് സർക്കാരിന്റെ സഹായം ലഭ്യമാക്കണമെന്നതാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. പണി വളരെ അബദ്ധമാണ്. പിന്നെ മറ്റു സ്റ്റേറ്റുകളിലെ എല്ലാ സ്റ്റേറ്റിലും കർണാടക, തമിഴ്നാട് സ്റ്റേറ്റിൽ 8 രൂപ 9 രൂപ ഡീസലിന് സബ്സിഡി ഉണ്ട്. ഇവിടെ അങ്ങനെ ഒരു നിലപാടുമില്ല. ഈ 45 ദിവസം സംസ്ഥാന സർക്കാരിൻ്റെ ഒരു റേഷനോ ഒരു ധനസഹായമോ അങ്ങനെ തന്നെ ഒന്നുമില്ല. മൊത്തത്തിൽ പറഞ്ഞാണെങ്കിൽ ഈ ട്രോളിംഗ് കൊണ്ട് നമുക്ക് ഒരു ഗുണമില്ലാത്തൊരു രീതിയാണ്. പണിക്കാർക്കാണെങ്കിൽ ഇവിടെ കുറേ പണിക്കാരുണ്ട്. പണിക്കാർക്കൊരു ധനസഹായ ആശ്വാസമോ ഒന്നും തന്നെ ഇല്ല. ഹാർബറിൽ തന്നെ പ്രധാനമായിട്ടൊരു പണിയെടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണുള്ളത്. ഈ ഹാർബർ എന്ന് പറഞ്ഞാൽ ബോട്ടുകാർക്ക് വെച്ച് പണിയെടുക്കാൻ പറ്റില്ല. വഞ്ചിക്കാർ വന്നാൽ വഞ്ചിക്കാർക്ക് ബുദ്ധിമുട്ട്. അങ്ങനെ കണ്ട കുറേ കാര്യങ്ങളുണ്ട്. സംസ്ഥാന സർക്കാർ ഇതിന് കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ട്രോളിംഗ് മാത്രം വെച്ചോണ്ട് കാര്യമില്ല. ട്രോളിംഗിന് ശേഷം അവരെങ്ങനെ പണിയെടുക്കണേ, അവർക്ക് എന്ത് കിട്ടണേ, എന്ത് ചെയ്യണം എന്നുള്ള ഗവൺമെന്റ് യാതൊരു വിധത്തിലും ശ്രദ്ധിക്കണില്ല. ഏറ്റവും പ്രധാനപ്പെട്ട് പറയാനുള്ളത് എന്താ പറയുക, ഇന്ന് 45 ദിവസം എന്തെങ്കിലും ഒരു സഹായം കൊടുത്താൽ അവനെ നിലനിർത്താന്നുള്ളതാണ്. രണ്ടാമതെന്ന് പറഞ്ഞാൽ സബ്സിഡി തീരെയില്ല ഡീസലിന്. എല്ലാ സ്റ്റേറ്റിലും 8 രൂപ 9 രൂപ സബ്സിഡി ഉണ്ട്. അധികം പോയിട്ട് 5 രൂപയെങ്കിലും സബ്സിഡി കൊടുക്കാനുള്ള വിധത്തിൽ ഒരു ഇതുണ്ടാവണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. മത്സ്യത്തൊഴിലാളികൾക്കായുള്ള സൗജന്യ റേഷൻ പദ്ധതിയും സമ്പാദ്യ പദ്ധതിയും ലഭ്യമാക്കണമെന്ന് കൊയിലാണ്ടി മുനിസിപ്പാലിറ്റി കൗൺസിലർ വൈശാഖ് പറഞ്ഞു. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശ്രദ്ധ ചെലുത്തെന്ന് പറയുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള സൗജന്യ റേഷൻ പദ്ധതിയും അതോടൊപ്പം തന്നെ അവരുടെ ഒരു സമ്പാദ്യ പദ്ധതിയുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക്. അത് പ്രധാനമായിട്ടും കൊടുക്കേണ്ട മാസമാണ് ഈ ജൂൺ ജൂലൈ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പഞ്ഞ മാസത്തിൽ കൊടുക്കേണ്ട തുകയാണ്. പക്ഷേ കുറച്ച് വർഷങ്ങളായിട്ട് ഈ പണം അവരുടെ കയ്യിൽ സമയാസമയം എത്തുന്നില്ല. അപ്പം ഇത്തരം കാര്യങ്ങളും അവർക്ക് ഇതേപോലെയുള്ള സാമ്പത്തിക സഹായങ്ങളും ചെയ്തുകൊണ്ട് മത്സ്യമേഖലയെ സംരക്ഷിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.